ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ സ്പെയിനിലെ കാരിത്താസിൽ പോയായിരുന്നു. അപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ടൊളേദോ ആണ്. അപ്പോൾ ടൊളേദോയിലെ കാരിത്താസിൽ നിന്ന് നമുക്ക് കിട്ടിയ സാധനങ്ങളാട്ടോ ഈ കാണുന്നതൊക്കെ. ഇനി നമുക്ക് ഈ സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറയാം. അതിൽ നമുക്ക് ആദ്യമായിട്ട് കിട്ടിയതൊരു ബുക്കാണ്. അതായത് ബുക്കല്ല, ഒരു വലിയ പുസ്തകം, പ്ലാസ ദെ എസ്പാനിയ എന്ന് പറഞ്ഞിട്ട് സ്പെയിനിനെ കുറിച്ച് ഒരുപാട് പുസ്തകങ്ങളുണ്ട്. നമുക്ക് ആവശ്യാനുസരണം പുസ്തകങ്ങളൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ രണ്ടാമത് നമുക്ക് കിട്ടിയതാണ്, ഇത് എനിക്കും ഇച്ചായനും കൂടി കിട്ടിയതാണ് കേട്ടോ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും. നമുക്ക് ഇതിൻ്റെ ലീഗലി ഫോർമാറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ പാസ്പോർട്ട് കാണിക്കണം. ഇവിടെ ടൊളേദോ പരിസരത്താണെങ്കിലും എവിടെ ജീവിക്കുന്ന ആളുകളാണെങ്കിലും നമുക്ക് ഇത് കിട്ടും. പിന്നെ നമ്മുടെ പാസ്പോർട്ട് മാത്രം കാണിച്ചാൽ മതി. പിന്നെ 2 പാക്കറ്റ് 1 കിലോൻ്റെ അരി കിട്ടിയിട്ടോ. 15 മിനിറ്റും കൊണ്ട് ഈ അരി വേവും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയാനായിട്ട്. പിന്നെ നമുക്ക് മാക്രോണൈസ് കിട്ടി. നമ്മളോട് ചോദിച്ചു ഫിദയോസ് വേണോ മാക്രോണൈസ് വേണമെന്ന്. ഫിദയോസ് എന്ന് പറഞ്ഞാൽ ഇതിന് തരി പോലെ ഇരിക്കുന്നത്, പായസമൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവമാണ് ഫിദയോസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു മാക്രോൺസ് മതി എന്ന് പറഞ്ഞു. നമ്മളായിട്ടല്ല, ഇൻഡിവിജ്വലായിട്ടാണ്. അപ്പം ഞാൻ ഇത് എടുക്കുന്നത് കൊണ്ട് തന്നെ ഇച്ചായ ഇത് തന്നെ എടുത്തു. നമുക്ക് പിന്നെ റിഫൈൻഡ് ആയിട്ടുള്ള 1 ലിറ്ററിൻ്റെ അസൈത്തേത് ഒലിവ കിട്ടിയിട്ടോ. ഇതിന് നല്ല വിലയുണ്ട്. പക്ഷേ നമുക്ക് ഇവിടെ ആയതുകൊണ്ട് എല്ലാം ഫ്രീ ആയിട്ട് കിട്ടും. നമ്മുടെ പാസ്പോർട്ട് മാത്രം കാണിച്ചാൽ മതി. ഞാൻ കാണിച്ചതൊക്കെ ഇവിടേക്ക് വെക്കാൻ കേട്ടോ, നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് കിട്ടിയതൊരു ന്യൂസ് പേപ്പറാണ് കേട്ടോ. ഇന്നത്തെ ന്യൂസ് പേപ്പർ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഇത് ഒരെണ്ണം എടുത്തുകൊണ്ട് ഒരെണ്ണം മതിയെന്ന് ഞങ്ങൾ വിചാരിച്ചു. അത് ഇന്നത്തെ ന്യൂസ് പേപ്പറാണ്. യെസ്. ദെൻ നമുക്ക് കിട്ടിയത് ആൽമണ്ട് മിൽക്കാണ് കിട്ടിയത്. ഇത് കടയിലൊക്കെ നല്ല വിലയുണ്ട്, പക്ഷേ നമുക്കിത് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് കേട്ടോ. ദെൻ നമുക്ക് ടൊമാറ്റോ ഫ്രീത്തോ കിട്ടിയിട്ടുണ്ട്, 2 ടൊമാറ്റോ ഫ്രീത്തോസ്. പിന്നെ ഇത് കാൽസ്യത്തിൻ്റെ ലച്ചയാണ്, മിൽക്ക്, കാൽസ്യം മിൽക്കാണ് കേട്ടോ. കാൽസ്യമാണ് ഇതിൽ ഏറ്റവും കൂടുതലുള്ളത്. ഇത് പുറത്ത് നല്ല വിലയുണ്ട്. ഇത് ഓരോ കടക്കാരും സ്പോൺസർ ചെയ്യുന്നതാണ്. വൈറ്റമിൻസ് A, D, E ആൻഡ് B9 അതിൻ്റെ ഒരു മിൽക്കാണ്. കാൽസ്യം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് സാധാരണ മിൽക്ക് പോലത്തെ ഒരു മിൽക്കാണ് കേട്ടോ. പിന്നെ നമുക്ക് മുട്ട കിട്ടി. ഇതിൻ്റെ മീഡിയം സൈസുള്ള മുട്ടയാണ്, ഇത് ലാർജ് സൈസുള്ള മുട്ടയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മീഡിയം സൈസാണ് മീഡിയം ആയിട്ടിരിക്കും, ലാർജ് ആണെങ്കിൽ ലാർജ് ആയിട്ട് തന്നെ ഇരിക്കും. നല്ല വലിയ മുട്ട കിട്ടും. അതായത് ഇത് 2 എണ്ണം പൊരിക്കുന്ന നേരം കൊണ്ട് ഇത് ഒരെണ്ണം പൊരിച്ചാൽ മതി. മുട്ട ഞാൻ ഇവിടെ വയ്ക്കാൻ കേട്ടോ, പൊട്ടിക്കും. ദെൻ നമുക്ക് ഇത് മാരിഗോൾഡിൻ്റെ ബിസ്ക്കറ്റാണ്. ഇത് വേറെ ടൈപ്പ് ബിസ്ക്കറ്റാണ്. എനിക്ക് മാരിഗോൾഡിൻ്റെ ബിസ്ക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അതായത് നമുക്ക് പോസ്ട്രേസ് ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ, പേസ്ട്രി ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ ഏറ്റവും കൂടുതൽ മാരിഗോൾഡിൻ്റെ ബിസ്ക്കറ്റാണ് നമുക്ക് ആവശ്യം. ഐ ലവ് ഇറ്റ്. ബിസ്ക്കറ്റ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടം.